ഓരോ ദിവസവും ആനന്ദിക്കാനുള്ള അവസരങ്ങളാണെന്നാണ് മഹാന്മാർ പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഓരോ ദിവസവും പലരും ആനന്ദിക്കാറില്ല. ഇന്നലെകളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയവും നാളെകളിൽ സംഭവിക്കാൻ പോയ കാര്യങ്ങളെ ഓർത്തുള്ള ഭയവും ഇന്ന് നേരിടേണ്ട ഭയവും എല്ലാം കൂടി ചേർത്ത് ഒരാകുലതയോടെയാണ് ഓരോരുത്തർ എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ വചനം എന്തു പറയുന്നു? ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. എങ്ങനെയുള്ളവർക്ക് സന്തോഷിക്കാൻ കഴിയും? ഇന്നലകളിൽ ഡോക്ടർ എന്തു പറഞ്ഞുവോ ആ വിഷയത്തിൽ അത്ഭുതം ചെയ്യാൻ യേശു മതിയായവനാണ്. ഇന്നലകളിൽ എത്ര തകർച്ചയുണ്ടോ അത് പരിഹരിക്കാൻ ഇന്ന് മതിയായ ഒരു കർത്താവുണ്ട്. യേശുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല. ഉറപ്പിച്ച് ആ കാര്യത്തിൽ ഊന്നൽ കൊടുത്ത് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? യേശു മരിച്ച ദൈവമല്ല, അവനെ ജീവനുള്ളവരുടെ ഇടയിൽ അന്വേഷിക്കണം, മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്. അതായത് കുറേ ദൈവങ്ങളുടെ ഫോട്ടോയുടെ നടുക്ക് ചിലപ്പോൾ യേശുവിൻ്റെ കൂടി പടം ചേർത്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എല്ലാ ദേവന്മാരും ദൈവികളും ഉണ്ട്, കൂട്ടത്തിൽ യേശുവുണ്ട്. മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവനെ അന്വേഷിക്കരുത്. യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ആത്മാവാണ്. യേശുവിൻ്റെ ഒരു പടം വെക്കണമായിരുന്നെങ്കിൽ യേശു ഒരു പടം നമുക്ക് തന്നാനെ. അവൻ പ്രകാശമാണ്, അവൻ മഹത്വപൂർണനാണ്. അവൻ്റെ ആ രൂപം എങ്ങനെ വരക്കും? സൂര്യൻ്റെ പടം വരച്ചു വെക്കാൻ പറ്റുന്നവരാരെങ്കിലും ഒന്ന് വരച്ചു വെക്ക്. വെറുതെ ഒരു വട്ടം വരച്ചിട്ട് അവിടെ ഇവിടെ ഒരു ഷെയ്ഡ് കൊടുത്താൽ സൂര്യനാകില്ല. സൂര്യൻ്റെ ആ പ്രകാശവും കൂടി അതിൽ നിന്ന് വരണം. ദൈവം തേജസ്സാണ്. ദൈവത്തെ ആർക്കും കാണാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ ആ വ്യക്തിയുടെ ജീവിതം മാറും. അപ്പോൾ ഓരോ ദിവസവും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ നമ്മുടെ മുറിയിൽ ഇറങ്ങി വരണം. നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കാൻ കഴിയുന്നവൻ നമ്മുടെ മുറിയിൽ വരും. ഇതാണ് ജീസസ് എവരിഡേയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. മരിച്ചവരുടെ കൂട്ടത്തിൽ യേശുവിനെ ചേർക്കരുത്. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. നമുക്ക് വേണ്ടി രാപ്പകൽ അവൻ മധ്യസ്ഥ പ്രാർത്ഥന പിതാവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ യേശുവിനെ നമുക്ക് ഉയർത്താം, ചേർന്ന് പാടി ആരാധിക്കാം. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ, വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ, വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേറ്റിൽ നിന്നു കയറ്റി. കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേറ്റിൽ നിന്നു കയറ്റി. ക്രിസ്തുവാകും പാറമേൽ നിർത്തി, പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ.
ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലതാ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലതാ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വൻശോധന വേളയിൽ തീച്ചൂളയിൻ നടുവിൽ വൻശോധന വേളയിൽ തീച്ചൂളയിൻ നടുവിൽ മാറാത്തനെന്നു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ ചാരത്താണെന്നു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലതാ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലതാ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 31-ാം വാക്യം നമ്മളിങ്ങനെ വായിച്ചു. യേശുവിനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പുകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ആര്? ദാവീദ് പ്രവചിച്ചു. ദാവീദ് കൊട്ടാരത്തിലാണ്. അവൻ കുറെ പാട്ടുകൾ എഴുതി. നമ്മുടെ വിചാരം ദാവീദിന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാഞ്ഞിട്ട് ചുമ്മാ ഇരുന്ന് പാട്ടുകൾ എഴുതി എന്നാണ്. അല്ല, ദാവീദിന്റെ ധൈര്യം, ദാവീദിന്റെ ഉറപ്പ്, ദാവീദിന്റെ പ്രത്യാശ എല്ലാം കൂടി ചേർത്ത് ദാവീദിന് ദൈവത്തോട് പറയാനുള്ളത്, ദൈവമേ, നീ എൻ്റെ ശരണമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ കാവലാണ്, എൻ്റെ പാറയാണ്, ഞാൻ ആശ്രയിക്കുന്ന ദൈവമാണ്. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി ഉറപ്പുള്ള പാറയിൽ നിർത്തി. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാനിവിടെ ഇരിക്കേണ്ടവനല്ല, ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനല്ല. കാട്ടിൽ ആടിനെ തീറ്റിക്കൊണ്ടൊരു പാറപ്പുറത്ത് മാത്രം ഇരുന്നവൻ ഇന്ന് രാജ്യത്ത് സിംഹാസനത്തിലിരിക്കുന്നു. കാട്ടിൽ അപ്പൻ്റെ ആടുകളെ മാത്രം മേയിച്ച് നടന്ന ഞാൻ ഇപ്പോൾ ദൈവത്തിൻ്റെ ആടുകളാകുന്ന ഇസ്രായേലിനെ മേയ്ക്കുവാൻ ഇതാ നഗരത്തിൽ ഞാൻ പാർക്കുന്നു. എന്നെ ഇവിടെ എത്തിച്ച ദൈവത്തിന് വേണ്ടി ഇതിലും ഹീനനായിട്ട് ഞാൻ നൃത്തം ചെയ്യുമെന്ന് ഭാര്യയ്ക്കൊക്കെ വിളിച്ചു പറയാൻ ദാവീദിന് യാതൊരു ലജ്ജയുമില്ല. അവൻ ദൈവത്തെ പാടി. വെറും പാട്ടുകളല്ല, പ്രവചന ഗാനങ്ങൾ. ഇത് കേൾക്കുന്ന പലരോടും ഞാൻ പറയാം, നിങ്ങൾ ചില പാട്ടുകൾ എഴുതണം. നിങ്ങൾ വിശ്വസിച്ചാൽ എഴുതാൻ കഴിയും. അത് നിങ്ങളുടെ കാലശേഷം പല തലമുറ കഴിഞ്ഞാലും
ആ പാട്ടിന് ജീവനുണ്ടാകും. കാരണം അതിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്കുണ്ടാകും. അങ്ങനെ ആത്മാവിൽ നിറഞ്ഞവർ എഴുതുന്ന പാട്ടുകൾക്ക് ജീവനുണ്ട്. ഇതാ ദാവീദ് എഴുതിയ പാട്ടിൽ നിന്ന് ചില വരികൾ എടുത്തുകൊണ്ട് ദാവീദ് ഇങ്ങനെ പറഞ്ഞു എന്ന് പത്രോസ് എടുത്തു പറയുകയാണ്. പ്രവാചകൻ ആയിട്ട് ദാവീദിനെ കാണിക്കുകയാണ്. ദാവീദ് വെറും ഒരു രാജാവല്ല. ദാവീദ് എങ്ങനെ ഇത്രയും വലിയ പ്രവാചകനായി? ദാവീദ് ഇത്രയും കരുത്തനായിട്ട് എങ്ങനെ വന്നു? ദാവീദിന്റെ പാട്ടുകൾ മനുഷ്യരെ എങ്ങനെ വിടുവിച്ചു? അവൻ നീണ്ട വർഷം ശൗലിന്റെ മൂർച്ചയേറിയ കുന്തമുനയുടെ മുമ്പിൽ നിന്ന് ഓടി 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 അലഞ്ഞവനാണ്. നമ്മൾ ചോദിക്കുക, എന്തിനാ കർത്താവേ അവനിങ്ങനെ ഓടിക്കുന്നേ? അതെ, ഈ ഓട്ടത്തിന്റെ പുറകിൽ പുതിയ പാട്ടുകൾ വരാനുണ്ട്. ഈ ഓട്ടത്തിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് ചിറകമുളക്കാനുണ്ട്. ഒരു വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ കരുത്ത് ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് സിംഗപ്പൂരിൽ പോയപ്പോൾ സിംഗപ്പൂരിലെ ഏറ്റവും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിപ്പിക്കാൻ ഒരാൾ എന്നെ കൂടെ കൊണ്ടുപോവുകയാണ്, ഒരു ജോലിക്കാരൻ. അങ്ങനെ ഒരു മാളിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ നാട്ടിലെ മാള് പോലെയല്ല. എല്ലാ ജീവികളെ അവിടെ തിന്നാൻ കിട്ടും. പാമ്പ്, മുതല, തവള, എട്ടുകാലി എന്ന് വേണ്ട എല്ലാ ജീവികളെയും അവിടെ തിന്നാൻ കിട്ടും. നമ്മൾ ഏത് ജീവിയെ ചൂണ്ടിക്കാണിക്കുന്നുവോ ആ ജീവിയെ, ചെറിയ ജീവികളെ പിടിച്ച് നമുക്ക് പാകം ചെയ്ത് തരും. അപ്പോൾ അതെല്ലാം ഞാൻ കണ്ടു. അതിനുശേഷം വലിയൊരു അക്വേറിയം, ആ അക്വേറിയത്തിനകത്ത് വലിയ മീനുകൾ ഇട്ടിരിക്കുകയാണ്. ഈ മീനുകളിൽ ഏത് മീനെ വേണമെങ്കിലും നമുക്ക് തരും. എന്നെ കൊണ്ടുപോയ അദ്ദേഹം പറയുകയാണ്, ഈ കാണുന്ന മീനുകളിൽ ഏത് മീനെ ചൂണ്ടിയാലും അവർ പിടിച്ചു തരും, റെഡിയാക്കി തരും. എന്നാൽ ആ കാണുന്ന ആ മുൻഭാഗം കൂർത്തിരിക്കുന്ന, കുന്തം പോലെ ഇരിക്കുന്ന മുള്ളുള്ള ആ മീനാണ് ഏറ്റവും വില കൂടിയ മീൻ. അതിനെ ആർക്കും അവർ കൊടുക്കൂല. ഞാൻ ചോദിച്ചു, അതെന്താ? ആ മീനിന്റെ ജോലി ഈ അക്വേറിയത്തിൽ കിടക്കുന്ന 100 കണക്കിന് മീനെ ഓടിച്ചിടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓടി 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 ബാക്കി മീനുകൾ ഒരു ഗതിയായി. ഈ മീനിന്റെ ജോലി എല്ലാറ്റിനെയും ഓടിച്ചിട്ട് കുത്തുക. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയില്ലേ, ഫൈറ്റർ എന്ന് പറഞ്ഞൊരു മീനുണ്ട്. ഇതിനെ ഒരു ചെറിയ കുപ്പിയിൽ ഒരു കപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിനെ കൂട്ടത്തിലിടാൻ പറ്റത്തില്ല, എല്ലാവരും മെക്കിട്ട് കയറും. വലിയ മീനാണെന്നില്ല, ചെറിയ മീനാണെന്നില്ല, എല്ലാവർക്കും കിട്ടും. ഇതുപോലെ നമ്മുടെ വീടുകളിലും ചിലർ ഫൈറ്റർമാരാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നാവ് കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നവരുണ്ട്, കൈ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഫൈറ്റർമാർക്കുള്ള ഗതികേടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒറ്റക്ക് പാർക്കേണ്ടി വരും. അതാണ് ചെറിയ പാത്രങ്ങളിൽ ഫൈറ്റർമാരെ വിൽക്കാൻ കിട്ടും, അക്വേറിയത്തിലിടില്ല. എന്നാൽ ഈ മീനെ അക്വേറിയത്തിൽ ഇട്ടിരിക്കുന്നത് ബാക്കിയുള്ള മീനുകൾ ഓടി ഓടി അത് നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഓടി ഓടി അണച്ച് കിതച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് ഇത് വളരുമ്പോൾ അതിന് നല്ല മസിലുകൾ ഉണ്ടാകും. മസിലുകൾ ഉണ്ടാകുമ്പോൾ ആ മീനുകൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ദാവീദിനെ ഇങ്ങനെ കുന്തവും പിടിച്ചുകൊണ്ട് ശൗൽ ഓടിച്ചിട്ട് കുത്തുകയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ശിമയെ കല്ലും മണ്ണും വാരിയെറിയുകയാണ്. ദാവീദിനെ ഇടക്ക് സ്വന്തം മകൻ ഓടിച്ചിടുകയാണ് കൊല്ലാൻ. ജീവിതത്തിൽ മുഴുവൻ ഓട്ടം തന്നെ ഓട്ടം. അതോടുകൂടി ദാവീദ് ഇസ്രായേലിന്റെ മധുര ഗായകനായി. അവന് മസിൽ വെച്ചു, ആത്മീക മസിലുണ്ടായി, കൃപയുടെ മസിലുണ്ടായി, അഭിഷേകത്തിന് മസിൽ പിടിച്ചു, അവന്റെ മഹത്വം വർദ്ധിച്ചു, അവന് ദൈവവുമായിട്ടുള്ള ഇന്റിമസി വർദ്ധിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ട് ഇവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതുപോലെ ഹന്നയ്ക്ക് ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നെന്ന് വായിക്കുന്നു, പെനീന. ഞാൻ വിളിക്കുന്നത് പെനീന എന്നല്ല, പെയ്നീന. മറ്റുള്ളവർക്ക് വേദന വരുന്ന വർത്തമാനം പറയുക. അതായിരുന്നു ഹന്നയുടെ സങ്കടം. അതുകൊണ്ട് ഹന്ന സങ്കടത്തോടെ പ്രാർത്ഥിച്ചു. അല്ലെങ്കിലോ കോട്ടുവായൊക്കെ ഇട്ട് എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി പ്രാർത്ഥിച്ച് മറുപടി കാണാതെ പോകും. ഒരു വേദന വന്നപ്പോൾ ഹന്ന മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു വാങ്ങി. ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഹന്നയുടെ പ്രാർത്ഥന പോലെ ശക്തിയും നിറവും
ആ ബലവും ഉണ്ടാകും. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ബലമുണ്ടാകണം, നമ്മുടെ വിശ്വാസത്തിന് ബലമുണ്ടാകണം. അതിനുവേണ്ടി ചിലരെയൊക്കെ ദൈവം അനുവദിക്കാറുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാം, നമ്മുടെ അയൽവാസികളിൽ നിന്ന് അതങ്ങനെ ഉണ്ടാകാം, പോകുന്ന പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്ന് പോലും അങ്ങനെ ഉണ്ടാകാം, നമ്മളെ ഏറ്റവും സ്നേഹിച്ചവരിൽ നിന്ന്, നമ്മൾ സഹായിച്ചവരിൽ നിന്ന് അത് ധാരാളം ഉണ്ടാകാം. ഇതെല്ലാം വരുമ്പോൾ ഓർത്തേക്കണം, സിംഗപ്പൂരിലെ അക്വേറിയത്തിലെ കുന്തം പോലത്തെ മുള്ളുള്ള ആ മീൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ചിരിച്ചാൽ മതി. ഈ സംഭവം നിങ്ങൾ എപ്പോഴും ഓർക്കണം. അതിനാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്. നമുക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ലെന്ന് ബൈബിൾ പറയുന്നു. നമുക്കെതിരെ വരുന്നതെല്ലാം നമുക്ക് ഗുണമായി തീരുമെന്ന് പറയുന്നു. പെരുവെള്ളം മുക്കിക്കളയില്ലെന്ന് പറയുന്നു, എന്നാലും പെരുവെള്ളം ഉണ്ടാകും. അഗ്നിജ്വാല ദഹിപ്പിച്ച് കളയില്ലെന്ന് പറയുന്നു, എന്നാലും അഗ്നിജ്വാല ഉണ്ടാകും. ഇതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, എല്ലാവർക്കും അല്ല, ദൈവം വിളിച്ചവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവം വിളിച്ചതുകൊണ്ടായില്ല, ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെയുള്ളവർക്ക്. ദാവീദ് ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് അവൻ്റെ സിംഹാസനം ഒരിക്കലും ശൂന്യമായി പോകാൻ ദൈവം അനുവദിച്ചില്ല. അവൻ്റെ കടിപ്രദേശത്തിൽ നിന്ന് തന്നെ, അവൻ്റെ കുടുംബത്തിൽ തന്നെ വാക്കു പറഞ്ഞ ദൈവം മനുഷ്യനായി വന്നു. ഇതാണ് നമ്മൾ വായിക്കുന്ന ചരിത്രം. അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പുകൂട്ടി പ്രസ്താവിച്ചു. ഞാൻ വേഗത്തിൽ പറയട്ടെ. 32-ാം വാക്യം പത്രോസ് പറയുകയാണ്, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ സാക്ഷികൾ. ഞങ്ങൾ ആ കല്ലറയിൽ പോയി കണ്ടതാണ്, ദൂതന്മാരത് പറഞ്ഞതാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് 40 ദിവസം ഞങ്ങളോട് പറഞ്ഞതാണ്. ഞങ്ങൾ കാണുകെ സ്വർഗത്തിലേക്ക് പോയതാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളോട് പറഞ്ഞതാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചതാണ്. ആ കയ്യും കാലും തുളച്ച പാടുകൾ ഞങ്ങളെ കാണിച്ചതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കാത്ത തോമാസിനോട് പിന്നത്തേതിൽ വന്നിട്ട് വിലാപ്പുറവും കയ്യും കാണിച്ചിട്ട് വിരലിടാൻ പറഞ്ഞതാണ്. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്, അവൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണ്, അവൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷികളാണ്. ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ നോക്കിയതാണ്, ഞങ്ങൾ തൊട്ടതാണ്, ഞങ്ങൾ എല്ലാവരും അതിന് സാക്ഷികളാണ്. പൗലോസ് തന്നെ അതിനെക്കുറിച്ച് എടുത്തു പറയുന്നു. യേശുവിൻ്റെ സാക്ഷികൾ ഇപ്പോഴും പലരും ജീവിച്ചിരിക്കുന്നു, നേരിട്ട് കണ്ടവർ. അപ്പോൾ ഞങ്ങൾ അവൻ്റെ സാക്ഷികളാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. ഭൂമിയിൽ നടന്ന ഏറ്റവും മഹാസംഭവം എന്താണ്? മനുഷ്യൻ സ്പേസിൽ കുറേ സ്ഥലം എടുത്തതോ, അവിടെ ഒരു സംഭവം പറഞ്ഞു വിട്ടതോ, അവിടെ കുറച്ച് പേര് പോയി 150 ദിവസമോ 300 ദിവസമോ 1 വർഷമോ പാർത്തതൊന്നും അല്ല വലിയ കാര്യം. അത് കഴിഞ്ഞാൽ ഒരു ദിവസം ഈ പോയവരെല്ലാം മരിക്കും. ചൊവ്വയിൽ പോകുന്നതും ചന്ദ്രനിൽ പോകുന്നതുമല്ല വിഷയം, മരണത്തെ ജയിച്ച ആരുണ്ടെന്നുള്ളതാണ്. ഈ ഭൂമിയിലുള്ള സകല കോടീശ്വരന്മാരുടെ, ഈ ഭൂമിയിലുള്ള സകല സമ്പത്ത് ഉപയോഗിച്ചാലും കിട്ടാത്തൊന്നാണ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ്. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഏറ്റവും വലിയ സാക്ഷ്യം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഞങ്ങൾ 3.5 കൊല്ലം മരിച്ചവർ ഉയർക്കുന്നതും, തളർവാദ രോഗികൾ സൗഖ്യമാകുന്നതും, ഭൂതങ്ങൾ വിട്ടുപോകുന്നതും, കണ്ണില്ലാത്തവർക്ക് കണ്ണ് കിട്ടുന്നതും, ചെവിയില്ലാത്തവർക്ക് ചെവി ഉണ്ടാകുന്നതും എല്ലാം ഞങ്ങൾ കണ്ടതാണ്. എന്നാൽ അതിനേക്കാൾ ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ടു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് പാലവട്ടം പ്രത്യക്ഷനായി. വീണ്ടും എഴുന്നേറ്റ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്നവൻ ഞങ്ങൾക്ക് വേണ്ടി
അത്ഭുതങ്ങളും ചെയ്തു. ഞങ്ങളോടുകൂടെ തിന്നുകുടിച്ചു. ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവുമില്ല, എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ കൂടെ തിന്നുകുടിച്ചു. ഇതെല്ലാം ഞങ്ങൾ കണ്ടതാണ്. വെറും മീൻപിടുത്തക്കാർ, അവരുടെ ധൈര്യം, അവരുടെ മുഖത്തുള്ള പ്രകാശം. സ്തെഫാനോസ് ഇതെല്ലാം എടുത്തു പറയുമ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ഉണ്ടായി. ഈ കാര്യങ്ങൾ പറയുന്നത് നിരാശയോടെയല്ല. ഇന്ന് പലരുടെ പ്രസംഗം മുഖത്തൊരു പ്രകാശവുമില്ല, ഒരു തേജസ്സില്ല. അവന്റെ മഹിമ കണ്ട സാക്ഷികളെ പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ളവരായി യേശുവിനെ കുറിച്ച് പറയുവാൻ ദർശനങ്ങൾ കാണുന്നവരും വെളിപ്പാട് കാണുന്നവരുമായി. പൗലോസ് പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥനാ സമയത്ത് ഞാൻ അവനെ കണ്ടു. ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ പ്രാർത്ഥനയിൽ ഞാൻ അവനെ കണ്ടു. എങ്ങനെയെങ്കിലും അവന്റെ ആ തേജസ് ഒന്ന് കാണണം. മോശയുടെ കൊതിയതാണ്, കർത്താവേ നിന്റെ മുഖം എനിക്ക് കാണണം. അതിന്റെ അർത്ഥം നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. ദൈവം പറഞ്ഞു, മോശെ അത് കാണാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കടന്നു പോകുമ്പോൾ നീ ആ പാറയുടെ വിള്ളലിൽ ഇരുന്നാൽ എൻ്റെ പുറം കാണാം. പുറകുവശം തന്നെ തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു. മോശയുടെ ആഗ്രഹം അതായിരുന്നു. എന്നാൽ മോശയ്ക്ക് കനാനിൽ പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ അവന്റെ ആഗ്രഹവും സ്വപ്നവും, രണ്ട് സ്വപ്നം ഉണ്ടായി. ഒന്ന് കനാനിൽ പോകാൻ പറ്റിയില്ല. രണ്ട്, അവന് ദൈവത്തിന്റെ മുഖം കാണും. ഇത് രണ്ടു കൂടി ചേർത്ത് മറുരൂപ മലയിൽ മോശയെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് യേശു അവന്റെ മുമ്പാകെ രൂപാന്തരപ്പെട്ടെന്ന് തേജസ്സുള്ള മുഖം കാണിച്ചു കൊടുത്തു. മറുരൂപ മലയിൽ ഇപ്പോൾ മോശ കാലുകുത്തി അവന്റെ രണ്ട് പ്രാർത്ഥനയ്ക്ക്, ആഗ്രഹത്തിന് നിവർത്തി കൊടുത്തു. അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ മാത്രമല്ല, മരിച്ചുപോയവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരുടെ സ്വപ്നങ്ങളെ പോലും സാക്ഷാത്കരിക്കാൻ കഴിവുള്ളവൻ. ഇവനത്രേ കർത്താവ്. ഈ കർത്താവിനെ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുന്ന ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് ഒരിക്കലും പരാജയപ്പെടാൻ കഴിയില്ല. നിങ്ങളൊരു അനുഗ്രഹമാണ്. ഇന്ന് നിങ്ങൾ നേരിടുന്ന സകല വിഷയത്തിൽ യേശു മതിയായവൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഈ മക്കൾ വളരെ സങ്കടങ്ങളിലാണ്, വളരെ പ്രയാസങ്ങളിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പല വിഷയത്തിലും ഭാരത്തിലാണ്. ഇതിന്റെ നടുവിൽ അങ്ങയുടെ മഹാപ്രവൃത്തി വെളിപ്പെടട്ടെ, മഹാ അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. ഈ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ വേണ്ടവർ സൗഖ്യമാകട്ടെ, സാമ്പത്തികമായ വഴികൾ തുറക്കട്ടെ, വിദ്യാഭ്യാസ വഴികൾ തുറക്കട്ടെ, മാന്യതകൾ മാറട്ടെ, വൈകല്യങ്ങൾ മാറട്ടെ. ഡോക്ടർമാർക്ക് കഴിയാത്തത് അങ്ങയുടെ അടിപ്പിണരാൽ സംഭവിക്കട്ടെ. സമാധാനത്തിന്റെ ദൈവം കൂടിയിരിക്കണം, യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കുക, ജീസസ് എവരിഡേ ഓരോ ദിവസം കഴിയുന്തോറും കൃപമേൽ കൃപയുള്ളവരായി നിങ്ങൾ മാറും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല, ഉറപ്പാണ്. ഞാൻ ഉറപ്പ് തരുന്നു. ഈ ദൈവവചന ധ്യാനങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഈ മീറ്റിങ്ങിന് വേണ്ടി ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെയും കൈത്താങ്ങൽ ഞങ്ങൾക്ക് വേണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് യേശുവിന് വേണ്ടി ഫലം കായ്ക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.